വെൽക്കം ബാക്ക് ടു റിയാൻസ് ഫാൻട്രി. ഇന്ന് നമുക്ക് ഹൈ പ്രോട്ടീനും വൈറ്റമിനും ന്യൂട്രീഷനും അതേപോലെ തന്നെ ഫൈബർ റിച്ചും ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, വാട്ടർമെലൺ സീഡ്, സെസമി സീഡ്. സെസമി സീഡ് എന്ന് പറയുന്നത് വെള്ള എള്ളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ സീഡെല്ലാം നമ്മൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ പിള്ളേർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാണെങ്കിലും കഴിച്ചോളൂ. നമ്മൾ ഈ എടുത്തേക്കുന്ന എല്ലാം 50 ഗ്രാം വെച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റോസ്റ്റ് ആയി എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഇത് റോസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടെന്ന്. മീഡിയം ഫ്ലെയിം ഇട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മുടെ സീഡ്സ് എല്ലാം നല്ലോണം റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊട്ടുന്ന സൗണ്ടെല്ലാം കേട്ടു. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പാൻ മാറ്റി വേറൊരു പാൻ വെക്കുവാണേ. ഇനി ഇതിലോട്ട് ഒരു 100 ഗ്രാം ബദാം പരിപ്പും 100 ഗ്രാം കാഷ്നട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. സെയിം ഇതും നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. കാഷും ബദാമും റോസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡും തണുത്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കാഷും ബദാമും നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ സീഡ്സ് എല്ലാം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷും ബദാമും പൊടിച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സീഡും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. ഓൾറെഡി ഞാൻ ഡേറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈത്തപ്പഴം. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യം ഓൾറെഡി നല്ല കുതിർന്നിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരുന്നില്ല. ഇത് നല്ലോണം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വേറെ പഞ്ചസാരയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഡേറ്റ്സ് ആണ് ഹെൽത്തിയാണ്, പിള്ളേർക്കത് കഴിക്കാനും പറ്റും. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ നെയ്യും ഡേറ്റ്സുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റായി കിട്ടണം. വേണ്ട കേട്ടോ, നമ്മുടെ നെയ്യും ഡേറ്റ്സും നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ റോസ്റ്റുമായി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡേറ്റ്സ് അലുവ കണക്ക് നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സീഡ്സിൻ്റെയും പൊടിയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് എല്ലാ പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിനകത്തിന് എക്സ്ട്രാ നെയ്യോ വേറെ വെള്ളമോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഡേറ്റ്സിൻ്റെ നെയ്യിലേയും ഉള്ള ആ ഒരു ഇത് വെച്ച് തന്നെ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലേ, ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫുള്ളും സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പരുവം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ടും പാത്രത്തിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബോൾ കണക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ആ രീതി കറക്റ്റായിട്ട് കയ്യിലൊന്നും ഒട്ടാതെ കറക്റ്റായിട്ട് സെറ്റായി കിട്ടണം. അങ്ങനെ നമ്മൾ നല്ല രീതി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഈ രീതി സെറ്റ് ചെയ്തതേ ഉള്ളൂ. ബോളായിട്ടോ സ്ക്വയർ പീസസ് ആയിട്ടോ കട്ട് ചെയ്തോ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്സ് ആണ്. ഇതിനകത്ത് ചെറിയ രീതിയിൽ ബോൾസ് കണക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 2 ബോൾ വീതം ഡെയിലി കഴിക്കുവാണെങ്കിൽ ഹെൽത്തിയും ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്